ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ നാളത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ മഹേഷ് ഇഷിതനെ വിളിച്ച് പറയണ്ട, തന്നെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടോ, തന്നെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കായിരുന്നു. ഓഹോ, നമ്മൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഒരുമിച്ച് ഇറങ്ങിയത്, ഞാൻ ദേ ഹോസ്പിറ്റലിലേക്കും മഹേഷ് ഓഫീസിലേക്കും എത്തിയുള്ളൂല്ലോ, അപ്പോഴേക്കും എന്നെ മിസ് ചെയ്യാൻ തുടങ്ങിയോ? പിന്നല്ലാതെ തന്നെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആലോചിക്കുമായിരുന്നു, ചിപ്പിക്ക് ഇപ്പൊ ആ അപകടം പറ്റിയില്ലായിരുന്നെങ്കിൽ നമ്മൾ രണ്ടുപേരും ഇപ്പൊ ടൂറിലായിരുന്നാനെ. നല്ല തണുപ്പുള്ള കോടമനിൽ രണ്ടുപേരും ഒരു പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ചിരിക്കേണ്ട സമയമായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുകയായിരുന്നു എന്നിങ്ങനെ മഹേഷ് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട്, എന്റെ മഹേഷേ, അതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ ഇനിയും സമയമുണ്ടല്ലോ, നമുക്ക് ഇനിയും ടൂർ പോകാന്നേ, ഒരു അവസരം വരട്ടെ, നമുക്ക് എന്തായാലും ടൂർ പോകാം. മഹേഷ് ആഗ്രഹിച്ച പോലെ ഒരു പുതപ്പിനുള്ളിൽ കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്യാം എന്നൊക്കെ പറയണം. താൻ കാര്യമായിട്ട് തന്നെയാണോ പറഞ്ഞത്? ഞാൻ പറയുമ്പോ മഹേഷിന് തമാശയായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എന്തോ തന്നോട് വല്ലാത്തൊരു പ്രണയം തോന്നി തുടങ്ങുവാടോ എന്ന് പറയാണ്. ഓഹോ, തോന്നി തുടങ്ങണേ ഉള്ളൂ, അത് നേരത്തെ തോന്നിയിട്ടുണ്ടായിരുന്നോ? സത്യം പറഞ്ഞ തന്നെ വിവാഹം കഴിക്കണ മുമ്പേ എനിക്ക് തന്നോടൊരു പ്രണയം തോന്നിയിട്ടുണ്ടായിരുന്നു, ഒരു ക്രഷ്. ഓഹോ, അങ്ങനെ വഴിക്കുവാ. അപ്പോ ഞാൻ മഹേഷിന്റെ ഭാര്യ ആകുന്നതിന് മുമ്പേ മഹേഷിന് എന്നോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്നാണോ പറയണത്? അതിന് ഇഷ്ടമെന്ന് വിളിക്കാൻ പറ്റുമോന്ന് എനിക്ക് അറിയില്ലടോ. എന്തോ ഒരു അടുപ്പം, മാനസികമായിട്ടുള്ള അടുപ്പം തന്നോട് എനിക്ക് തോന്നിയായിരുന്നു. ഇപ്പൊ ചിപ്പിക്ക് ആദ്യമായിട്ട് തന്നെ കണ്ടപ്പോഴേക്കും താൻ തന്നെ ഒരു അമ്മയായി മതിയായിരുന്നു എന്ന് അവക്ക് തോന്നിയില്ലേ? അതുപോലെ എന്തോ ഒരു മുൻജന്മ ഒരു പരിചയം തന്നോട് അങ്ങനെ തോന്നിയായിരുന്നു എന്നൊക്കെ പറയാണ്. മഹേഷ് ഭയങ്കര റൊമാൻറ്റിക് മൂഡിലാണല്ലോ. മഹേഷിന് ചിലപ്പോൾ ഓഫീസിൽ നിന്ന് വർക്ക് കുറവായിരിക്കും, പക്ഷെ എനിക്ക് അങ്ങനെയല്ല കേട്ടോ. ഒരുപാട് പേഷ്യൻസ് എന്നെയും കാത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ടിട്ടെ എനിക്ക് പോണം എന്ന് പറയാണ്. ശരി, എന്നാലേ ഓഫീസിൽ വീട്ടിലേക്ക് തിരിച്ചെത്തുമ്പോഴേക്കും നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് ഫോം വെക്കാണ്. ഇഷിതൊക്കെ പോലെ നാണമൊക്കെ തോന്നും കേട്ടോ. അങ്ങനെ ഇഷിത ഭയങ്കര സന്തോഷത്തോടു കൂടി തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇഷിതനെ ആരോ ഇങ്ങനെ ഫോളോ ചെയ്യാണ്. ആരാന്ന് ഇഷിതൊക്കെ മനസ്സിലാവുന്നില്ല, ഇതാരാ തന്നെ ഫോളോ ചെയ്യുന്നത് എന്നും ഇഷിത ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. സൈഡ് കൊടുക്കുന്നുണ്ടെങ്കിലും ആ കാർ കയറി പോകുന്നില്ല. ഒരു അമ്പലത്തിന് അടുത്തെത്തുമ്പോഴേക്കും ആ കാർ ഇഷിതനെ മുമ്പിലേക്ക് വന്നിട്ട് ഓവർടേക്ക് ചെയ്ത് മുമ്പിലേക്ക് വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. അതിനുശേഷം ഇഷിത പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും ഇഷിത പെട്ടെന്ന് ഇങ്ങനെ ബ്രേക്ക് പിടിക്കുമ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങനെ വല്ലാത്തൊരു പെട്ടെന്ന് പേടിച്ചു പോകുന്നുണ്ട്. അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങുമ്പോഴേക്കും അത് ആകാശിന്റെ വണ്ടിയാട്ടോ. നിങ്ങൾ എന്ത് മര്യാദക്കേടാ കാണിച്ചത്? ഇത്ര പ്രാവശ്യം ഞാൻ ഹോൺ അടിച്ച് മുമ്പിലേക്ക് പോകാനായിട്ട് നിങ്ങൾ എന്താ ഹോൺ അടിച്ചിട്ടും മുമ്പിലേക്ക് പോവാതെ ഇങ്ങനെ പുറകെ വന്നിട്ട് ഇങ്ങനെ അപകടപ്പെടുത്താൻ വേണ്ടി നോക്കിയത് എന്ന് ഇഷിത പറയുമ്പോൾ, അയ്യോ, ഞാൻ ഡോക്ടറിനെ അപകടപ്പെടുത്താൻ വേണ്ടി നോക്കിയതല്ല കേട്ടോ. എനിക്ക് എന്തോ ഡോക്ടർ ഇഷിതത്തെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് തോന്നി, അതിന് വേണ്ടിയിട്ടാണ് വന്നത്. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെങ്കിൽ എന്നെ ഫോണിൽ വിളിക്കണം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ വന്ന് എന്നെ കാണണം, അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യണം, ഹോസ്പിറ്റലിലേക്ക് വരണം. അതൊന്നും ഇല്ലാതെ എന്നെ ഇങ്ങനെ റോഡിൽ തടഞ്ഞു നിർത്തി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വളരെ മോശമല്ലേ ഇഷിത? എനിക്ക് പെട്ടെന്ന് ഡോക്ടർ ഇഷിത വളരെ അത്യാവശ്യമായിട്ടൊരു കാര്യം പറയണമെന്ന് തോന്നി. അല്ല, ആകാശ് മന്നെ എന്താ എന്നോട് പറയാനുള്ളത്? അത് വേറൊന്നല്ല ഡോക്ടർ ഇഷിത, ഡോക്ടർ ഇഷിതയുടെ കുടുംബജീവിതം തകരാൻ പോകുവാണ്. അത് നിങ്ങളാണോ മിസ്റ്റർ തീരുമാനിക്കണത്? അത് ഞാൻ തീരുമാനിക്കണതല്ല, പക്ഷെ എന്റെ വീട്ടിലൊരുത്തി ഉണ്ടല്ലോ, രചന, അവളാ തീരുമാനിക്കണത്. അവളുടെ മോനെ കൊണ്ടിട്ടെ മഹേഷിനെ തട്ടിയെടുക്കാൻ വേണ്ടി നോക്കുവാണ്. അങ്ങനെ ആകുമ്പോഴേക്കും ഡോക്ടർ ഇഷിത ഒരു അനാഥയായി പോകുമല്ലോ. ഡോക്ടർ ഇഷിതക്ക് ഭർത്താവ് ഇല്ലാതായി പോവില്ലേ? അതെ, എന്റെ കാര്യം അലച്ചിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഞാനേ ജനിച്ചു വന്നപ്പോഴേ ഭർത്താവായിട്ടല്ല വന്നത്. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് ഒരു 5-6 മാസേ ആയിട്ടുള്ളൂ. എനിക്ക് ഭർത്താവിന്റെ കൂടെ ജീവിക്കണോ അതോ ഭർത്താവ് വേറെ വല്ല പെണ്ണുങ്ങളുടെ കൂടെ പോകണോ എന്നുള്ളതൊക്കെ വിധിയാണ്, അല്ലാതെ ആകാശമേനല്ല അത് തീരുമാനിക്കണത്. അത് ഞാൻ തീരുമാനിച്ചോളാം. അല്ല, രചനക്ക് എന്റെ ഭർത്താവിനെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടാണ്. പക്ഷെ എന്റെ ഭർത്താവ് ഒരിക്കലും എന്നെ വിട്ട് രചനയുടെ അടുത്തേക്ക് പോവില്ല, അതെന്റെ കഴിവാണ് എന്ന് പറയാണ്. ആകാശമേനോട് രചനയ്ക്ക് ഇപ്പൊ വേണ്ടെന്ന് തോന്നുവാണെങ്കിൽ അത് ഒരു ഒറ്റ കാരണമേ ഉള്ളൂ. ആകാശമേനോട് രചനയ്ക്ക് വേണ്ട, ആകാശമേനോടെ കഴിവില്ല, അതന്നെയാ കാര്യം. നീ എന്താടി എന്നെ കളിയാക്കുവാണോ? ഇടി ഇഷിത, ഞാൻ നിന്നെ വെല്ലുവിളിക്കാടെ, നീ നോക്കിക്കോ, ഇന്നല്ലെങ്കിൽ നാളെ നിന്റെ ഭർത്താവ് നിന്നിട്ടേച്ചും പോകും എന്ന് പറയുമ്പോ ഇഷിത തിരിച്ചു പറയണ്ടേ, അതെ, ഞാൻ ആകാശ് മേനോനെ വെല്ലുവിളിക്കുകയാണ്. എന്റെ ഭർത്താവിന്റെ കൂടെ, എന്റെ ഭർത്താവിന്റെ 2 മക്കളോട് കൂടെ ഞാൻ സുഖമായിട്ട് ജീവിക്കും. ഇത് ഈ ഡോക്ടർ ഇഷിത അയ്യറാ പറയണത് എന്ന് പറഞ്ഞിട്ട് ഇഷിതയും അവിടെ നിന്ന് പോവാട്ടോ. ആകാശാണെങ്കിൽ ആകെ നാണം കെട്ടു പോവാണ്. തിരിച്ച് വീട്ടിലെത്തുന്ന ഇഷിത ആദ്യം തന്നെ തന്റെ അമ്മേനെ കാണാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. നേരെ പോണത് പ്രിയാമണിന്റെ അടുത്തേക്കാട്ടോ. പ്രിയാമണി ഇഷിതനെ ആ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇഷിത വരുന്നത്. അപ്പൊ ഇഷിതനെ കാണുമ്പോൾ തന്നെ പ്രിയാമണിക്ക് സന്തോഷമാവാണ്. ഹാവും, എന്റെ മോളെ കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതേ ഉള്ളൂ, ദേ അപ്പൊ തന്നെ എന്റെ മോള് വന്നല്ലോ. ഇഷിത പറയണ്ട, അതെ, ഭഗവാൻ എന്നോട് പറഞ്ഞു, മോളെ ഇഷിതേ, ദേ നിന്റെ അമ്മ നെഞ്ചുരുക്കി പ്രാർത്ഥിക്കുകയാണ്, അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് ദൈവം എന്നോട് പറഞ്ഞു, അതനുസരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, നീ കളിയാക്കാതെ എന്ന് പറഞ്ഞിട്ട് ഇഷിതക്ക് ചന്ദനം ചാത്തി കൊടുക്കാണ് നെറ്റിയിലട്ടോ.
എന്നിട്ട് പ്രിയാമണി പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര എൻ്റെ മോൾക്ക് എത്രയും പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാവണേ, ആ ഒരു സൗഭാഗ്യം എത്രയും പെട്ടെന്ന് എൻ്റെ മോൾക്ക് കൊടുക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് ഇങ്ങനെ ചന്ദനം തൊട്ട് കൊടുക്കണത്. ഇഷിതയുടെ മനസ്സിലും ആ ഒരു ആഗ്രഹം തന്നെയാണ്. പ്രിയാമണി ഇഷിതത്ത് പറയുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിച്ചത് എന്താണെന്ന് മോൾക്ക് മനസ്സിലായോ? മനസ്സിലായി. അമ്മ പ്രാർത്ഥിച്ചു തന്നെയാണ് ഞാനും പ്രാർത്ഥിച്ചത്. എനിക്കും ആഗ്രഹമുണ്ട് എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞാവണമെന്ന്. എന്തൊക്കെയോ ചെറിയ തടസ്സങ്ങളൊക്കെ, പക്ഷെ കുഴപ്പമൊന്നുമില്ലമ്മേ, ഞാനും മഹേഷും ഇപ്പൊ അത് ഒരുപോലെ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും മഹേഷും ഒന്നാകും. പക്ഷെ കുഞ്ഞുങ്ങളുടെ കാര്യം അത് അപ്പോഴും ദൈവം തന്നെയാ തീരുമാനിക്കുന്നത്. ഞാനും മഹേഷും ഒന്നായാലും ചിലപ്പോൾ ട്രീറ്റ്മെന്റ് സക്സസ് ആയെന്നൊക്കെ ഡോക്ടർമാർ പറയുന്നുണ്ടെങ്കിലും എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് കുഞ്ഞുങ്ങളായില്ലെങ്കിൽ അമ്മനെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷിത അവിടെ നിന്ന് പോവാണ്. പ്രിയാമണിക്ക് അത് കേൾക്കുമ്പോൾ സങ്കടമാവും കേട്ടോ. അതിനുശേഷം മാധവ് ഈ ഡോക്ടറെ കണ്ടല്ലോ ഇന്ന്, ആ ഡോക്ടർ നേരെ മനസ്സുനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് മനസ്സുവിന്റെ അടുത്തേക്ക് പോവുകയാണ്. മനസ്സിന്റെ അടുത്ത് പറയുന്നുണ്ട്, വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ കാണാൻ വന്നിരുന്നു. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ മരുമകളാവാൻ പോണ പെൺകുട്ടിനെ കുറിച്ച് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ എന്നോട് പറയണമെന്ന് പറഞ്ഞു. ഞാൻ അതുപോലെ പറയുകയും ചെയ്തു. പക്ഷെ നിങ്ങൾ എനിക്കൊരു വാക്ക് തന്നായിരുന്നു, എന്തൊക്കെ വന്നാലും നിങ്ങളുടെ ആ മരുമകൾ തന്നെ ആ ഇഷിതനെ തന്നെ വിവാഹം കഴിക്കുമെന്ന്. നിങ്ങൾ എന്നെ ചതിക്കുമായിരുന്നല്ലേ? ഇഷിതയും അതുപോലെ തന്നെ മാധവും തമ്മിൽ ആ സമയം തന്നെ ബന്ധം വേർപെടുത്തിയല്ലേ? നിങ്ങൾ കൊള്ളാലോ, എന്നെ വെച്ചിട്ട് നിങ്ങൾ ദുരുപയോഗം ചെയ്യുകയായിരുന്നു അല്ലേ ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട്. മനസ്സിൽ പടയോ ഡോക്ടർ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. ആ ഇഷിത ശരിയല്ല ഡോക്ടർ, അവളുടെ സ്വഭാവം ശരിയല്ല ഡോക്ടർ, അവളുടെ വീട്ടുകാരുടെ സ്വഭാവം ശരിയല്ല ഡോക്ടർ, അങ്ങനെയൊക്കെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ചെയ്തത് വല്ലാത്ത ചതി തന്നെയാണ് ഡോക്ടർ ഇഷിത. അവരെന്തുമാത്രം വേദനിക്കുന്നുണ്ടാവും. ഒരു ഡോക്ടറായിട്ട് പോലും അവരുടെ കുറവുകൾ അവർക്ക് ആ ഉള്ള നല്ല കാര്യങ്ങൾ പോലും അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. അതൊരു കുറവായിട്ട് അവരിപ്പോഴും മനസ്സിൽ കാണാണ്. അവർ ട്രീറ്റ്മെന്റ് ഇപ്പൊ എടുത്താലും ഇല്ലെങ്കിലും അവർ പ്രഗ്നന്റ് ആകുക തന്നെ ചെയ്യും. ഞാൻ കൊടുത്ത ആ മരുന്നിന്റെ എഫക്റ്റ് 3-4 വർഷം മാത്രമേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ പ്രഗ്നന്റ് ആകും. അത് ട്രീറ്റ്മെന്റ് എടുത്താലും ഇല്ലെങ്കിലും അതിനെ തടയാൻ നിങ്ങൾക്ക് ആർക്കും സാധിക്കില്ല എന്നൊക്കെ ആ ഡോക്ടർ പറയുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം തന്നെ മാധവ് കേൾക്കുന്നുണ്ട്. മാധവിന് അപ്പൊ തന്നെ സംശയം തോന്നിട്ട് മാധവ് ഈ കാര്യം ഇഷിത എടുത്ത് പറയുന്നുണ്ട്. ഇഷിതക്കും അപ്പൊ ഒരു സംശയം തോന്നുവാണ്. ശരിയാണ്, അന്ന് ആ ദേവിക എന്ന് പറഞ്ഞ ഡോക്ടർ അങ്ങനത്തെ ഒരു കാര്യം ഇഷിത എടുത്ത് പറഞ്ഞപ്പോ ഇഷിത എന്താ ചെയ്യേണ്ടിയിരുന്നത്? ഇഷിത അത് വേറെ ഡോക്ടറെ കൊണ്ടേ കാണിക്കുവാനായിരുന്നു. പക്ഷെ ഇഷിത അത് കാണിച്ചില്ല. ഇഷിത അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഹേഷ് വരുമ്പോ മഹേഷിനോട് ഇഷിത ഈ കാര്യം പറയുന്നുണ്ട്. മഹേഷ് പറയുന്നുണ്ട്, എടോ തന്നെ അന്ന് ചികിത്സിച്ച ഡോക്ടറിന്റെ പേര് ഡോക്ടർ ദേവിക എന്നല്ലേ? അവരൊരു പൊട്ടത്തരം. ചിലപ്പോ അവരും ഡോക്ടർമാർക്ക് തെറ്റുമല്ലോ. അവരൊരു കാര്യം പറഞ്ഞപ്പോ താൻ എന്താ ചെയ്യേണ്ടത്? വേറൊരു ഡോക്ടറെ അടുത്ത് താൻ പോണമായിരുന്നോ? താൻ അത് ചെയ്തില്ല, തന്റെ ഭാഗത്തിനെ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഈ ഡോക്ടറുടെ ചതിയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് കേട്ടോ. അത് മനസ്സിലാക്കുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ മഹേഷിനും ഇഷിതക്കും എല്ലാവർക്കും ദേഷ്യം വരും കേട്ടോ. ഡോക്ടറെ എങ്ങനെയെങ്കിലൊക്കെ കേസിൽ പെടുത്തി ജയിലിലാക്കണം, ഡോക്ടറിന്റെ കൂടെ മനസ്സുവിനെ പിടിച്ച് കെട്ടണം എന്ന് തന്നെ തീരുമാനിക്കുകയാണ്. പിന്നെ നമ്മുടെ വിനോദ് ഉണ്ടല്ലോ, വിനോദ് വരുന്നുണ്ടോ കേട്ടോ. വിനോദം കൂടി വരുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയാവും. ഇഷിതക്ക് വേണ്ടി സംസാരിക്കാം. പിന്നെ വിനോദ് ഉണ്ടാകുമല്ലോ. എന്തായാലും ഡോക്ടർക്ക് മനസ്സുനിക്ക് നല്ല തിരിച്ചടി കേട്ടോ നമുക്കിനി ഈ ആഴ്ച കിട്ടാൻ പോണത്. അത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഫ്രണ്ട്സ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.